friends, assalamu alaikum. Welcome back to Subu's vlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കണവ റോസ്റ്റും പിന്നെ ഒറട്ടിയുമാണ്. അപ്പോൾ നമുക്ക് കണവ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സവോള, ഒരു തക്കാളി, 4 പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വരണ്ട് വരും. അതൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മുളക് പൊടി. ഞാൻ ഇവിടെ അളവൊന്നും പറയുന്നില്ല. നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പം അതിന് ശേഷം നമുക്ക് കണവ ഇട്ട് കൊടുക്കാം. കണവ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മല്ലിയിലും കൂടി ഇട്ടിട്ട് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒറട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 2 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് മിക്സ് ചെയ്യണ കൂട്ടത്തിൽ തന്നെ നമുക്ക് തേങ്ങയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിവിടെ കൗണ്ടർ ടോപ്പിലിട്ടാണ് മാവൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ആ ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്യുക. അപ്പോഴേ മാവ് നല്ലപോലെ സെറ്റായി വരത്തുള്ളൂ. ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ വീണ്ടും വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒറട്ടി പ്രസ്സിലാണിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറട്ടി പ്രസ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഓരോ ബോൾസും നമുക്ക് പ്രസ് ചെയ്ത് ചുട്ടെടുക്കാം. ഒറട്ടിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഓരോന്നും ചുട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ഒറട്ടിയൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒറട്ടിയും കണവ റോസ്റ്റും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ